ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ബാഡ്മിൻ്റൺ പരിശീലകൻ എസ് മുരളീധരൻ. നേരത്തെ തന്നെ പുരസ്കാരം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പോൾ പരിഗണിക്കപ്പെട്ടത് ഏറെ ഭാഗ്യം, മുരളീധരൻ 24 പറഞ്ഞു. സബീർ ബിൻ കരീമിൻ്റെ റിപ്പോർട്ട്. ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ. ഈ ഒരു വേളയിൽ എന്താണ് തോന്നുന്നത്? വളരെ നന്ദി. സ്വാഭാവികമായും ദേശീയ തലത്തിലുള്ള ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളത് ആരുടെയും വലിയൊരു സ്വപ്നമാണ്. എന്നെ സംബന്ധിച്ചോളം അത് തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അത് അകന്നകന്ന് പോകുകയായിരുന്നു. ഇപ്രാവശ്യം വലിയ തടസ്സം കൂടാതെ അത് എന്നിലേക്ക് എത്തിച്ചേർന്നു. അതിന് മറ്റൊരു പ്രത്യേകത ഇതിനുള്ളത്, ഇപ്രാവശ്യം ആകെ 2 പേർക്കാണ് ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഫുട്ബോളിൽ ഗോവയിൽ നിന്നുള്ള ഒരാളിനും മറ്റൊന്ന് ബാഡ്മിൻ്റണിൽ എനിക്കുമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇപ്രാവശ്യമെങ്കിലും കിട്ടാൻ സാധിച്ചല്ലോ എന്നുള്ളതിലാണ് എനിക്ക് സംതൃപ്തി. താങ്കളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരുപാടധികം അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും. കേരള ഗവൺമെൻറ്റിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2018 ലഭിച്ചു. അതിനു മുമ്പ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ മെറിറ്റോറിയസ് സർവീസ് അവാർഡ് ലഭിച്ചു. ഇങ്ങനെ കുറേ അധികം പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ലയൺസ് ക്ലബിൻ്റെ, റോട്ടറി, ഇങ്ങനെ പല സംഘടനകളുടെയും പുരസ്കാരങ്ങൾ ലഭിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അവാർഡ് ലഭിക്കുന്ന ഈ സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്? അത് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ രംഗത്ത് തികഞ്ഞ അർപ്പണ മനോഭാവത്തോടെയും നിശ്ചയദാർഢ്യത്തോടും മുന്നോട്ട് പോവുക. തീർച്ചയായും റിസൾട്ട് നിങ്ങളെ തേടിയെത്തും. അതിനൊരു ഉദാഹരണമാണ്, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഇവിടെ ഒരു ചരിത്ര സംഭവം എന്ന് തന്നെ പറയാവുന്നുള്ള രീതിയിൽ 14 തവണ ദേശീയ തലത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ബാഡ്മിൻ്റണിൽ പുരുഷ വിഭാഗത്തിൽ കിരീടവും ദേശീയ കിരീടവും വനിതാ വിഭാഗത്തിൽ 11 തവണ ലഭിക്കുകയുണ്ടായി. അതൊരു ചരിത്ര സംഭവമാണ്. അത് ഞാൻ വളരെ അർപ്പണ മനോഭാവത്തോടു കൂടെയായിരുന്നു ആ കാലത്ത് ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ റിസൾട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹം വലിയ സന്തോഷത്തിലാണ്. വൈകിയാണെങ്കിലും നമ്മുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പുരസ്കാരങ്ങൾ നമ്മളെ തേടിയെത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.